റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി മാസം തികയാതെ പ്രസവിക്കുന്ന ഉണ്ണികൾക്കാണ് സാധാരണ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ഡോക്ടർ വിജയകുമാരി. ഇക്കൂട്ടർക്ക് മാത്രമല്ല, വെയിറ്റ് കുറഞ്ഞ ബേബീസിന്, അതായത് 1.5 kg കുറവുള്ള കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ROP അഥവാ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. മിക്കവാറും NICU, അതായത് നിയോനേറ്റൽ ICUലായിരിക്കും അഡ്മിറ്റ് ആവുക ഈ മാസം തികയാത്ത ഉണ്ണികൾ. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് 28 ആഴ്ചയിൽ പ്രസവിക്കുന്നു, 30 ആഴ്ചയിൽ പ്രസവിക്കുന്നു. അപ്പോൾ ഈ ബേബീസിനൊക്കെ ഇൻക്യുബേറ്ററിലോ ചിലപ്പോൾ ഭയങ്കര അവശ്യ നിലയാണെങ്കിൽ വെന്റിലേറ്ററിലോ ആയിരിക്കും അവരെ കിടത്തിയിട്ടുണ്ടാവുക. മിക്കവാറും ഈ കുറേ ബേബീസിനൊക്കെ അവര് ഹൈ കോൺസെൻട്രേഷൻ ഓക്സിജനും സപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കണ്ണിന്റെ റെറ്റിന എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പിന്നില് ഞരമ്പിന്റെ ഒരു ലെയർ ഉണ്ട്, അതാണ് റെറ്റിന. ഈ റെറ്റിനയിലത്തെ ബ്ലഡ് വെസൽസ്, രക്തധമനികളുടെ വാസ്കുലറൈസേഷൻ, അതായത് അതിന്റെ വളർച്ച കംപ്ലീറ്റ് ആവണമെങ്കിൽ ഗർഭിണിക്ക് 40 ആഴ്ചയെങ്കിലും തികയണം. 40 വീക്സ് ഗർഭിണിക്ക് തികയുമ്പോഴാണ് നമ്മുടെ കണ്ണിലത്തെ റെറ്റിനയിലത്തെ വാസ്കുലറൈസേഷൻ, അതായത് രക്തധമനികളുടെ വളർച്ച കംപ്ലീറ്റഡ് ആവുന്നത്. അപ്പോൾ മിക്കവാറും ഞാൻ ഈ പറഞ്ഞ പോലെ 28 ആഴ്ചയിൽ പ്രസവിക്കുക, 30 ആഴ്ചയിൽ പ്രസവിക്കുക. അപ്പോൾ ഈ ബേബീസിനൊക്കെ റെറ്റിനയിൽ ഈ വാസ്കുലർ ഏരിയാസ്, അതായത് രക്തസഞ്ചാരം ഇല്ലാത്ത ഇടങ്ങൾ റെറ്റിനയിൽ ഉണ്ടാവും. ഹൈ കോൺസെൻട്രേഷൻ ഓക്സിജൻ കിട്ടുന്ന ഉണ്ണികൾക്കൊക്കെ വാസ്കുലർ റെറ്റിനയിൽ വളരെ ഡേഞ്ചറസ് ആണ്, സസെപ്റ്റബിൾ ആണ്. എന്തിന്? ന്യൂ വെസൽസിന്. അതായത് ഈ ഏരിയാസിലൊക്കെ വാസ്കുലർ ഏരിയാസ്, അതായത് രക്തസഞ്ചാരം ഇല്ലാത്ത ഏരിയാസിൽ പുതിയ ചെറിയ ചെറിയ രക്തധമനികൾ കിളിർക്കാൻ ഇടവരുന്നു. സാധാരണ രക്തധമനികളല്ല, അവ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാക്കും. അത് മാത്രമല്ല, ഒന്നും ചെയ്യാതിരുന്ന അവസാനം റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്നുള്ള അവസ്ഥയിൽ വരെ എത്തിച്ചേരുന്നു. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ബ്ലൈൻഡ്നെസ് വരെ ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ്. റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി ഒരു പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസ് ആണ്. ഈവൻ എവറി വീക്കോ നമ്മൾ റെറ്റിന നോക്കണം. ഡയലേറ്റ് ചെയ്തിട്ട് തുള്ളിമരുന്ന് ഒഴിച്ച് വികസിപ്പിച്ചിട്ട് റെറ്റിന നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഡേഞ്ചർ സിഗ്നൽസ് ഉണ്ടോ എന്ന് നോക്കണം. വേഗം തന്നെ ലേസർ ചികിത്സ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലേസർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇത് കുറവാണ്, ഈ റിസ്ക് കുറവാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയതായിട്ട് പല ഇഞ്ചക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഉണ്ണികൾക്ക് ജീവിതകാലം മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി ഉണ്ടോ സ്ക്രീൻ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതം.